കണ്ണൂർ കോർപ്പറേഷനെതിരെ അഴിമതി ആരോപണങ്ങൾ നിരത്തി LDFന്റെ സത്യാഗ്രഹം. എല്ലാ പദ്ധതികളിലും തീവട്ടിക്കൊള്ളയാണ് കണ്ണൂർ കോർപ്പറേഷനിൽ നടക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. പല പദ്ധതികളും കൊണ്ടുവന്ന് കോർപ്പറേഷൻ ഭരണക്കാർക്ക് പണമുണ്ടാക്കുക എന്നതിനപ്പുറം ജനങ്ങൾക്ക് ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ലെന്നും ജയരാജൻ പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷനിലെ അഴിമതിക്കെതിരെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരമാണ് LDF ആരംഭിച്ചത്. കോർപ്പറേഷനിലെ അഴിമതിക്കാരെ തുറന്നു കാട്ടുക തന്നെ ചെയ്യുമെന്ന് സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. മുൻ മേയറുടെ കാലത്ത് നടപ്പാക്കിയ പദ്ധതികളിൽ മുഴുവൻ ചേലോറയിൽ നടന്നത് തീവെട്ടിക്കൊള്ളയാണ്. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, മലിനജല ശുദ്ധീകരണ പ്ലാന്റ്, ജവഹർ സ്റ്റേഡിയത്തിലെ പുല്ല് വെച്ചുപിടിപ്പിക്കൽ, അങ്ങനെ ഏത് പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ടോ അതിലൊക്കെ അഴിമതി നടന്നിട്ടുണ്ടെന്നും MV ജയരാജൻ പറഞ്ഞു. കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ചെയ്യുന്നു. അതിലേറ്റവും പ്രധാനം ഇപ്പോൾ വിജിലൻസ് അന്വേഷിച്ചു വരുന്ന ഖരമാലിന്യ നിർമ്മാർജ്ജന പദ്ധതി തന്നെയാണ്. ലെഗസി വേസ്റ്റ് ചേലോറയുടെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ നിന്ന് നീക്കം ചെയ്യാൻ ഒരു കരാർ 3 കമ്പനികൾ അടങ്ങുന്ന കൺസോർഷ്യത്തിന് നൽകുകയുണ്ടായി. 3 കമ്പനികളടങ്ങുന്ന കൺസോർഷ്യത്തിന് കരാർ നൽകുമ്പോൾ 1 വർഷത്തിനകം ലെഗസി വേസ്റ്റ് മുഴുവൻ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ, അതോടൊപ്പം പൂർണ്ണമായി ക്ലീൻ ചെയ്ത് 7 ഏക്കർ ഭൂമിയോളം വരുന്ന ട്രെഞ്ചിങ് ഗ്രൗണ്ട് കോർപ്പറേഷന് തിരിച്ചു നൽകാനുമാണ് വ്യവസ്ഥ ചെയ്തത്. ആ ഭൂമി കിട്ടിയാൽ അവിടെ കോർപ്പറേഷന് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് പര്യാപ്തമായ ഒരു പദ്ധതി ആവിഷ്കരിക്കാനും കഴിയും. കോടികൾ മുടക്കി നിർമ്മിച്ച സെൻട്രൽ മാർക്കറ്റ് ഇപ്പോൾ നാഷണൽ വേസ്റ്റാണ്. പണം മുടക്കി ഏതൊക്കെ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടോ അതിലൊക്കെ അഴിമതി നടന്നതായും MV ജയരാജൻ ആരോപിച്ചു. കണ്ണൂരിൽ MLA മുൻകൈയെടുത്ത് നവീകരിച്ച റോഡുകൾ ഒഴികെ കോർപ്പറേഷന്റെ റോഡുകളെല്ലാം കുളമാണ്. സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളല്ലാതെ കോർപ്പറേഷന് മറ്റൊന്നും ചെയ്യാൻ ഇവിടെ കഴിഞ്ഞിട്ടില്ലെന്നും MV ജയരാജൻ പറഞ്ഞു. CPI നേതാവ് വെള്ളോറ രാജൻ സത്യാഗ്രഹത്തിൽ അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം M പ്രകാശൻ, K ബാലകൃഷ്ണൻ, KP പ്രശാന്തൻ, M ഉണ്ണികൃഷ്ണൻ, രാജേഷ് പ്രേം, M അനിൽകുമാർ, അഡ്വക്കേറ്റ് PK അൻവർ, കൗൺസിലർമാരായ V രവീന്ദ്രൻ, അഡ്വക്കേറ്റ് PK അൻവർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.